പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ വാങ്ങാൻ വേണ്ടി പോയി അവിടുത്തെ വിശേഷങ്ങളാണ്. അതായത് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയരെയാണ്. എങ്ങോട്ട് പോകും എങ്ങനെ പോകുമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഇന്ന് വെളിച്ചെണ്ണയുടെ വില 525 രൂപയ്ക്ക് അടുപ്പിച്ചായി. അതുപോലെ തേങ്ങയുടെ വിലയും അതുപോലെ തന്നെയാണ്. ദിവസവും നമ്മുടെ അടുക്കളയിൽ നിത്യ ഉപയോഗങ്ങളിൽ തേങ്ങയും വെളിച്ചെണ്ണയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കടുക് വറുക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കൂടിയേ പറ്റൂ. കടുക് വറുക്കാത്ത ഒരു കറിയും ഇല്ല. പക്ഷെ ഇപ്പം ജനങ്ങൾ എന്ത് ചെയ്യുന്നു? കടുക് വറുക്കുന്നതുമില്ല, തേങ്ങ അരയ്ക്കുന്നതുമില്ല. അങ്ങനത്തെ സാഹചര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ. ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ തേങ്ങയാണ് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ചതയില്ല കേട്ടോ. നമുക്ക് ഒന്നോ രണ്ടോ കറിക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ 120 രൂപയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഇത് എത്ര ദിവസം എങ്ങനെ ഉപയോഗിക്കും എന്നുള്ള ഒരു ഇതും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? അതിനകത്ത് ചതയില്ല. ചില തേങ്ങ നമുക്ക് പൊട്ടിക്കുമ്പോഴേ അതിനകത്ത് ഉള്ളിൽ ഒരുപാട് ചതയുണ്ടായിരിക്കും. നമുക്ക് 1-2 ദിവസമൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിലൂടെയൊക്കെയാണ് നമ്മുടെ തേങ്ങ അരപ്പും ഇതൊക്കെ കടന്നു പൊട്ടുന്നത്. അത് എത്ര ദിവസം ഉപയോഗിക്കണ്ട. ഇതാണ് ഞാൻ വാങ്ങിയ തേങ്ങ, 120 രൂപ. എത്ര ദിവസം ഉപയോഗിക്കാൻ ചോദിച്ചാൽ അറിയില്ല. അത് പോയിട്ട് അത് കട്ട് ചെയ്തെടുത്താൽ അതിനകത്ത് കൂടുതൽ ചതയുമില്ല, ഒരല്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയായാൽ നമ്മൾ എങ്ങനെ ജീവിച്ച് പോകും, മുന്നോട്ട് പോകും? സാധാരണക്കാരായ അടുപ്പിട്ട് വെളിച്ചെണ്ണയിൽ രണ്ടും ഇത് മായം ചേർത്ത വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണ വാങ്ങി പച്ചവെള്ളം ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? ഈ തലയിൽ എണ്ണ തേച്ച് ഇത് നമ്മൾ വില കൂടിയ വെളിച്ചെണ്ണയാണ്, നല്ല വെളിച്ചെണ്ണയാണ്, അതിനും നല്ല വിലയാണ്. അപ്പോൾ ഇങ്ങനെ സാഹചര്യങ്ങളിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ജീവിക്കാൻ തന്നെ പ്രയാസമുള്ളത്. ഇനി ഓണത്തിന് ഇതിനേക്കാളും വില കൂടുമെന്നാണ് പറയുന്നത് തേങ്ങയ്ക്ക്. ഇത് തേങ്ങ കടയിൽ പോയിട്ട് അവിടെ നിന്ന് ഒത്തിരി തേങ്ങകൾ കിടപ്പുണ്ട്. എല്ലാം നല്ല വിളഞ്ഞ തേങ്ങകളാണ്. പക്ഷേ എന്ത് ചെയ്യാം, വില കേട്ടാൽ ഞെട്ടിപ്പോകും കേട്ടോ. ഇതിപ്പോൾ തേങ്ങ കടയിലാണ് കേട്ടോ. നമ്മൾ പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പം അവിടെ 1 കിലോയ്ക്ക് 85 രൂപയാണ് തേങ്ങയുടെ വിലയെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ തേങ്ങ കടയിൽ വന്നപ്പോൾ ഞാൻ വില ചോദിച്ചപ്പോൾ പറഞ്ഞത് 1 കിലോയ്ക്ക് 76 രൂപ എന്നാണ്. അല്ലാത്ത കടയിലാണെങ്കിൽ 85 രൂപ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള കാര്യം വളരെ പ്രയാസകരമാണ്. എന്ത് ചെയ്താലും ഇനി ഓണത്തിന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമെന്നാണ് പറയുന്നത്. കേരളത്തിലും ഉൽപ്പാദനവും ഇല്ല. അത് പോയിട്ട് നമ്മുടെ തമിഴ്നാട്ടിന് വരുന്നതിലും ഉൽപ്പാദനം അവരും നിർത്തി വച്ചൊക്കെയാണ്. അതായത് കരിക്കാവുമ്പം തന്നെ ഇളനീർ കുടിക്കാൻ വേണ്ടി അവർ വെട്ടിയെടുക്കുകയാണ്. പിന്നെ അവിടെ തേങ്ങ കിട്ടുന്നില്ല, തേങ്ങ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രയാസം തന്നെയാണ്. കാത്തിരിപ്പിന് ഒരു വിരാമം കാണില്ല. കണ്ടില്ലേ? വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ്. എങ്ങനെ ഇങ്ങോട്ട് പോകും? നമ്മൾ എത്ര ദിവസം ഇത് ഉപയോഗിക്കുമെന്നുള്ള കാര്യം നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഒരു 6-7 തേങ്ങ സെലക്ട് ചെയ്തു. നല്ല തേങ്ങയായിരുന്നു. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടി നോക്കിയപ്പോഴാണ് സംഭവം അതിനകത്ത് എന്താ പറയുക, ചതയില്ല. നമുക്ക് 1 കറിക്കോ 2 കറിക്കോ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നോക്കിയപ്പം വലിയ തേങ്ങയൊക്കെയാണ്. ഇവിടെ വിലയും കുറവാണ്. പക്ഷെ അതിനകത്ത് സംഭവം ഇല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രയാസം. സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ ജീവിക്കും, എങ്ങനെ ഇത് വാങ്ങുമെന്നാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം കടുക് വറുക്കുന്നതും ഞാനിപ്പം തേങ്ങ അരച്ചുള്ള കറികളൊക്കെ കുറച്ചു. നമുക്ക് ദിവസവും ചമ്മന്തി വേണം. ചമ്മന്തി ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ കടുക് വറുക്കുന്ന ഏത് സാധനത്തിനായാലും നമുക്ക് കടുക് വറുക്കാതിരിക്കാൻ പറ്റില്ല.
ഇപ്പം പിന്നെ പാം ഓയിലും വാങ്ങി തുടങ്ങി. സാധാരണ പാം ഓയിൽ വാങ്ങാറില്ല, ഇപ്പോൾ പാം ഓയിലും വാങ്ങി തുടങ്ങി. എന്തെങ്കിലും പൊരിക്കാനോ പപ്പടം കാച്ചാനോ മീൻ വറുക്കാനോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പാം ഓയിൽ. മറ്റത് ഞാൻ വെളിച്ചെണ്ണയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രയാസം തന്നെയാണ്. ഇനി എങ്ങോട്ട് പോകും? ഇനിയും ഇതിനേക്കാളും കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും. എന്ത് പറയാനാണ്? പിന്നെ തേങ്ങ കൂടുതൽ ഉള്ളവർക്ക് വിറ്റാൽ നല്ല പൈസയുണ്ട്. പക്ഷെ നമ്മളപ്പോൾ ഞങ്ങൾ വയലിൽ പോയി 2-3 തെങ്ങിലൊക്കെ തേങ്ങ ഉണ്ട്. പക്ഷേ നമ്മൾ പോവാതിരുന്നപ്പോൾ അത് ആരൊക്കെയോ അടുത്തെടുത്തുകൊണ്ട് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.